അടിപൊളി പടം. എന്താണ് ഇഷ്ടപ്പെട്ടതാ പടത്തിൽ എടുത്ത് പറയാൻ? മേക്കിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ ചാക്കോച്ചന്റെ ആക്ടിങ് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. ത്രില്ലടിപ്പിക്കുന്നുണ്ട്. ഭയങ്കര ത്രില്ലിംഗ്. നല്ല മൂവിയാണ്. സൂപ്പർ കിടലൻ. സ്റ്റാർട്ട് ടു എന്റെ ത്രില്ലിംഗ്. എല്ലാ ഇമോഷൻസും ഉണ്ട്, ഫാമിലി ഉണ്ട്. എന്തൊക്കെ പറയാ, ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് കണ്ടുകൊണ്ടിരിക്കേണ്ട കാണേണ്ട ഒരു സിനിമയാണ്. അതിലെ കണക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്ന, ആദ്യമൊക്കെ റാൻഡോ ഇട്ട് തോന്നും, ആ കണക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്ന സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും അഭിനയത്തിന്റെ കാര്യം ഒരു നിവൃത്തിയില്ല. ചാക്കോച്ചൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാം. ചാക്കോച്ചന്റെ ഏറ്റവും നല്ലൊരു പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ ഉറപ്പായിട്ടും കണ്ടിരിക്കുന്ന സിനിമയാണ്. ഉറപ്പായിട്ടും പെൺകുട്ടികളുടെ അച്ഛനമ്മമാരും ഉറപ്പായിട്ടും 101% കാണണം. ആ ചോദ്യം വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാൻ പറയാൻ വിട്ടുപോയി. പെൺകുട്ടികളെന്നല്ല, ആൺകുട്ടികളുടെ എല്ലാ പേരൻസും മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ ഇന്നത്തെ കാലഘട്ടം അർഹിക്കുന്ന ഒരു സിനിമയാണ്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നെ പുള്ളി, ഞാൻ സ്പോയിലർ ആവും, നമുക്ക് തന്നെ കൊള്ളാൻ തോന്നും പുള്ളിയെ. ആ രീതി അതല്ല, ഒരു വേറൊരു നടനും കൂടി ഉണ്ട്, ഒരു മുടി, എനിക്ക് അവൻ മെയിൻ വില്ലനായിട്ട് വന്ന സൂപ്പർ കിടിലം പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ. എവിടെയായിരുന്നു ആശാനൊക്കെ ഏതോ ഒരു സിനിമയിൽ ആനന്ദം, അതിനുശേഷമൊക്കെ എവിടെയായിരുന്നെന്ന് പോലും അറിഞ്ഞുകൂടായിരുന്നു. ഇതിനു മുമ്പ് വേറൊരു ഒറ്റയ്ക്കുള്ളൊരു സിനിമയൊക്കെ ചെയ്തിരുന്നു. കിടിലം ആക്ടറാണ്. ഇത്രയും കഴിവുള്ള മലയാളത്തിലുള്ള ആൾക്കാരൊക്കെ വെച്ചിട്ടാണ് തമിഴിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഹയർ ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു സങ്കടം. കിടിലം പടം. എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ വാച്ച് ചെയ്യേണ്ട ഒരു സിനിമയാണ്. OTT തിയേറ്റർ എക്സ്പീരിയൻസ് അർഹിക്കുന്ന ഒരു സിനിമ. കണ്ടന്റ് ബേസ് ആണെങ്കിലും ഡയറക്ഷൻ ബേസ് ആണെങ്കിലും ആക്ടിംഗ് ബേസ് ആണെങ്കിലും ഒരിക്കലും നിങ്ങളുടെ പൈസ പോകത്തില്ല, ഗ്യാരണ്ടി. അടിപൊളി നന്നായിട്ടുണ്ട്. എന്താണ് ഇഷ്ടപ്പെട്ടത് പടത്തിൽ? ഇഷ്ടപ്പെട്ടത് ഒരു സിമ്പിൾ സംഭവത്തിന്, ഒരു സിമ്പിൾ ത്രെഡിൽ നിന്ന് തുടങ്ങി എല്ലാം കണക്ട് ആവത്തില്ലേ, ആ കണക്ട് ആവുന്നത് എല്ലാം അടിപൊളി. കണക്ട് ആവുന്ന സംഭവങ്ങൾ അടിപൊളിയാണ്. അത് മൊത്തത്തിൽ ലാഗൊന്നുമില്ല. പിന്നെ ഈ ഇമോഷണലി നമുക്ക് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് നല്ല രീതിയിൽ കണക്ട് ആവും. പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ജഗദീഷ് ചേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചാക്കോച്ചനും കൊള്ളാം. എല്ലാവരും പെർഫോമൻസ് വൈസ് എല്ലാം അടിപൊളിയാണ്. പിന്നെ ജഗദീഷ് ചേട്ടൻ പേഴ്സണലി ഇപ്പോൾ എടുക്കുന്ന റോൾസ് വെച്ച് നോക്കുമ്പോൾ നന്നായിട്ടുണ്ട്. ജയചേട്ടൻ ഇമോഷൻ സീനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിഗംഭീര പടമാണ്, സൂപ്പർ പടമാണ്. ഇപ്പൊ നമ്മള് ഇത് ഡെഫിനറ്റ്ലി അഞ്ചാം പാതിരയ്ക്ക് ശേഷം ഒരു എക്സ്പെക്ടേഷൻ ആയിരിക്കും എല്ലാവർക്കും. അപ്പൊ അത് അഞ്ചാം പാതിരയ്ക്ക് കൂടെ അല്ലെങ്കിൽ അതിന്റെ മേളിൽ നിൽക്കുന്ന ഒരു കിടലൻ പടമായിരുന്നു. ഇപ്പൊ കുഞ്ചാക്കോൻ ഇപ്പം നമ്മളെല്ലാവരും പറയും ഈ കോപ്പ് റോൾസ് അല്ലെങ്കിൽ പോലീസ് വേഷം ഒന്നും അങ്ങനെ ചെയ്യില്ല, കാരണം പുള്ളിയുടെ സൈസും ഇതൊക്കെ വെച്ച്. അപ്പൊ ഇത് കാണണം, അപ്പൊ മനസ്സിലാവും വാട്ട് എ സീസൺഡ് ആക്ടർ ഹീസ്. കാരണം ഇത്രയും വർഷം കൊണ്ട് പുള്ളി ഗെയിൻ ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് ഇതിൽ അഭിനയത്തിൽ കറക്റ്റ് കാണാം. കാരണം ഒരു കോംപ്ലക്സ് ക്യാരക്ടറാണ്, കുറെ ലേയേഴ്സ് ഉള്ള ഒരുപാട് ഇന്നർ കോൺഫ്ലിക്ട്സ് ഉള്ള ക്യാരക്ടറാണ്. ആൻഡ് ഹി പോർട്രേറ്റ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി. പിന്നെ അതിന് ഒരു സ്റ്റോറി വൈസ് ആണെങ്കിലും സ്ക്രീൻ പ്ലേ വൈസ് ആണെങ്കിലും ഡയറക്ഷൻ വൈസും സിനിമാറ്റോഗ്രാഫി മ്യൂസിക് ഒക്കെ ഭയങ്കര ഒരു ബാക്കപ്പ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു നെക്സ്റ്റ് ഒരു ദൃശ്യം അല്ലെങ്കിൽ കിഷ്കിത കാട്ടം അല്ലെങ്കിൽ ഇപ്പം ആസിഫ് അലിയുടെ തൊട്ട് മുമ്പത്തെ മൂവി പോലെ മലയാള സിനിമയ്ക്ക് പൊൻതൂവലായി നിൽക്കുന്ന ഒരു വണ്ടർഫുൾ മൂവി ആയിരിക്കും. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിന്റെ ഒരു ബെഞ്ച് മാർക്കാണ് ഈ സിനിമ. ഡെഫിനറ്റ്ലി. ഇപ്പം നമുക്ക് മലയാളത്തിൽ തന്നെ ഇപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ പടങ്ങൾ തന്നെ കുറെ പടങ്ങളുണ്ടല്ലോ, അതുപോലെ ഇതും എന്തായാലും വാഴ്ത്തപ്പെടാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും. ദൃശ്യം ലെവലൊക്കെ ഉണ്ടോ? ദൃശ്യം ലെവൽ അങ്ങനെ പറയാൻ അങ്ങനെയല്ല, പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇത് ഒരു സ്റ്റാൻഡേർഡ് മൂവി ആയിട്ട്, അതായത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ, നമ്മൾ മലയാളി ഐഡന്റിറ്റി എന്താണ്, മലയാള സിനിമേന്റെ ഒരു ഡിഫറെന്റ് അപ്രോച്ച് വെച്ച് നോക്കുമ്പോൾ ഇത് ഡെഫിനറ്റ്ലി വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് മൂവിയാണ്. സൂപ്പർ ഹിറ്റ് ആണ്. ഇപ്പം ലാസ്റ്റ് ആസിഫ് അലിയുടെ പടം കഴിഞ്ഞ അടുത്ത നെക്സ്റ്റ് സൂപ്പർ ഹിറ്റ് ഇതാണ്. കാരണം വൺ മേക്കിംഗ് ആണ്. ആസ് എ മലയാളി നമുക്ക് വി ഷുഡ് ബി പ്രൗഡ് ഓഫ് സച്ച് ഫിലിം മേക്കേഴ്സ്. പടം കിടുവാണ്. ചാക്കോച്ചന്റെ ഒരു പെർഫെക്റ്റ് കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയും പടം. കാരണം എനിക്ക് പേഴ്സണലി പുള്ളിയുടെ ഒരു പക്ക കംബാക്ക് എന്ന് പറയുന്നത് ഈ പടമാണ്. അത് പെർഫോമൻസ് വൈസ് പുള്ളി വേറെ ലെവലായിരുന്നു. നമ്മൾ ആ ഒരു ഓഫീസറായിട്ട് പുള്ളി കാണത്തുള്ളൂ. ആ ഒരു പുള്ളി ക്യാരക്ടർ പിടിച്ചതിനെ മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട് കിട്ടിലായിട്ട്. എല്ലാവരും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പിന്നെ പടത്തിൽ എനിക്ക് പേഴ്സണലി സെക്കൻഡ് ഹാഫാണ് ഇഷ്ടപ്പെട്ട്. ഒരു സംഭവം കണക്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്, അതൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വാച്ചാണ് തിയേറ്റർ ഇൻവെസ്റ്റിഗേഷൻ പ്ലസ് ഒരു റിവെഞ്ച് ത്രില്ലറാണ് പടം. തിയേറ്റർ വെച്ച് ഡിമാൻഡ് ചെയ്യുന്ന പടമാണ്.